വെൽക്കം ടു മലയാളി കിച്ചൺ വേൾഡ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മുട്ട വറുത്തരച്ച കറിയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ട വറുത്തരച്ച കറിയിലേക്ക് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത്ര മുട്ട എടുക്കാം. 2 തക്കാളി, 2 ഉരുളൻകിഴങ്ങ്, 2 സവോള, നാളികേരം, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില. നമുക്കിനി ഈ 4 മുട്ടയും വേവിച്ചെടുക്കാം. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു 2 വിസിൽ വരുത്തണം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ മുട്ട 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് എയറൊക്കെ പോയിട്ടുണ്ട്. അത് തുറന്നിട്ട് നമുക്ക് ഈ മുട്ട എടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് തൊണ്ട് പൊളിച്ച് വയ്ക്കണം. നമുക്കിനി നാളികേരം വറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിക്കും. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായാൽ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂണ് പെരിഞ്ചീരകം ചേർക്കാം. ചുമന്നുള്ളി, വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല കേട്ടോ. ഫ്ലെയിം കുറച്ച് നാളികേരം നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ നാളികേരം മൂത്ത് തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ്, ഇത് ടേബിൾ സ്പൂണാണ്, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കാം. തീ ഓഫാക്കാം. ഇത് ഒന്ന് ചൂടാക്കി നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ നോക്കാം. ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയത്, സവോള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചത്, പച്ചമുളക് കീറിയത്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഉപ്പുപൊടി. നമുക്ക് എന്നിട്ടിത് നന്നായി വേവിച്ചെടുക്കാം. സ്റ്റൗ കത്തിക്കാൻ മൂടി വെച്ച് വേവിക്കണം. നമുക്കിനി വറുത്ത് വെച്ച നാളികേരം മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങും തക്കാളി സവാളയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഒരു അടി അടിച്ചിട്ട് വേവിക്കും ചെയ്യാം. എന്നിട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് ഇതിൽ വെന്തയിലേക്ക് നമുക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള വറുത്ത നാളികേരം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇത് 1-2 തള തിളപ്പിക്കും. ഈ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി തിളച്ചാൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം.
നമുക്ക് മുട്ട പൊളിച്ചിട്ട് ഇട്ട് കൊടുത്താൽ വലിയവർക്ക് ഇഷ്ടാവും. പിന്നെ പൊളിച്ചിടുന്നത് ഈ ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും, കൂടുതലുണ്ടാവും. പക്ഷെ പൊളിക്കാതെ ഇടുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. 2 തള തിളച്ചാൽ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി തിളപ്പിക്കാം. അപ്പോൾ മുട്ട ചേർത്ത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഇറക്കി വയ്ക്കാം. ഇനി താളിക്കാനായിട്ട് ഒരു പാത്രം വയ്ക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില വയ്ക്കാം. നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ നമ്മളെ മുട്ട വറുത്തരച്ച കറി തയ്യാറായി. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു.